സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കൂടി ബി.ജെ.പി. ഒന്നാമതെത്താനും 9 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും ബി.ജെ.പിക്ക് സാധിച്ചു. തൃശൂർ വിജയത്തിനപ്പുറം വരും തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനാകും വിധം നിരവധി മണ്ഡലങ്ങളിൽ വളരാൻ സാധിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി ബി.ജെ.പി. ഉയരുന്നുവെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇടത് വലത് മുന്നണികൾ കേന്ദ്രീകരിച്ച കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ബദലായി ബി.ജെ.പിയുടെ കുതിപ്പെന്നാണ് കണക്കുകൾ പറയുന്നത്. 2024 തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലും പുതിയ ധ്രുവീകരണത്തിന് വഴി തുറക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. താമര ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് ഒരംഗത്തെ ജയിപ്പിക്കാനായത് മാത്രമല്ല, മിക്ക മണ്ഡലങ്ങളിലും 20% വോട്ട് നേടാനും ബി.ജെ.പിക്ക് സാധിച്ചു. വിജയത്തിനടുത്ത് വരെ എത്തിയ തിരുവനന്തപുരത്ത് 35% വോട്ട് നേടി. ആറ്റിങ്ങലിൽ 31%, ആലപ്പുഴയിൽ 28% വോട്ട് നേടാനും ബി.ജെ.പിക്ക് സാധിച്ചു. പാലക്കാടും പത്തനംതിട്ടയിലും 25%-അരികെയാണ് വോട്ട് നില. ഘടകകക്ഷിയായി ബി.ഡി.ജെ.എസ് മത്സരിച്ച കോട്ടയത്ത് 20%-ഓളം വോട്ട് നേടി. 2004 മൂവാറ്റുപുഴയിൽ എൻ.ഡി.എ പിന്തുണയോടെ പി.സി. തോമസ് വിജയിച്ചതിന്റെയും നിയമസഭയിലേക്ക് നിയമത്തിൽ നിന്നും ഒ രാജഗോപാലിന്റെ വിജയത്തിന്റെയും തിളക്കത്തെ മറികടക്കുന്ന വിജയം നേടാൻ തൃശൂരിൽ സാധിച്ചു. മോദി ഫാക്ടറിന് കേരളത്തിലും സ്വാധീനമുണ്ടാക്കാനായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മാത്രമല്ല, തൃശൂരിലും പത്തനംതിട്ടയിലും അടക്കം ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകളും നേടാൻ സാധിച്ചു. ന്യൂനപക്ഷ മേഖലയിൽ അടക്കം വോട്ട് നേടാനായത് സംസ്ഥാനത്ത് അടിത്തറ ശക്തമാക്കാനായതെന്നാണ് വിലയിരുത്തൽ. തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും അടക്കം 9 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. ഒന്നാമതെത്തിയത്. 8 മണ്ഡലങ്ങളിൽ രണ്ടാമതുമെത്തി. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കും പിന്നീടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും ബി.ജെ.പിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ കുതിപ്പ്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായി കേരളം പിടിക്കാൻ മോദി നിയോഗിക്കുന്നത് വി മുരളീധരനെയാണ്. വി മുരളീധരനെ താക്കോൽ സ്ഥാനത്ത് നിയോഗിച്ച് നരേന്ദ്രമോദി നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ്. കേരളത്തിൽ സുരേഷ് ഗോപിക്കെതിരായി ബി.ജെ.പി. ക്യാമ്പിൽ നിന്നുള്ള വിമർശനവും അണികളിലുള്ള അമർഷവും ഒക്കെ ഇതിന് കാരണമായി എന്ന് കരുതുന്നു. വി മുരളീധരൻ മന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ ബി.ജെ.പി. രാഷ്ട്രീയം സുരേഷ് ഗോപിക്ക് നിലനിർത്താൻ ആകുന്നില്ല എന്നും നിരീക്ഷണമുണ്ട്. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനാകട്ടെ തീർത്തും മൗനത്തിലുമാണ്. ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി വി മുരളീധരന് നിർണായകമായ സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നത്. ദേശീയ തലത്തിലും കൂടുതൽ കരുത്തനാവുകയാണ് വി മുരളീധരൻ. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ വി മുരളീധരന് ദേശീയ തലത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന സംഘത്തിലും മുരളീധരനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയ്ക്ക് പുറമെയാണ് മഹാരാഷ്ട്രയിലേക്കും മുരളീധരനെ പാർട്ടി വിളിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പശ്ചിമ ബംഗാളിൽ അമിത്ഷായുടെ സംഘത്തിലേക്ക് മുരളീധരനെ നിയോഗിച്ചിരുന്നു. മുരളീധരന്റെ സംഘടനാ മികവാണ് അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വത്തിന് പ്രിയപ്പെട്ടവനാക്കുന്നതെന്നാണ് കണ്ടെത്തൽ. താഴെ തട്ട് മുതൽ അണികളെയും നേതാക്കളെയും സംഘടിപ്പിക്കാനും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനും മികച്ച കഴിവാണ് അദ്ദേഹത്തിനെന്ന് പാർട്ടി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ മികച്ച പ്രകടനത്തിന് അദ്ദേഹത്തെ സഹായിച്ചതെന്നുമാണ് നേതൃത്വം പറയുന്നത്. വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം പ്രധാനമന്ത്രിയുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. യുക്രൈനും സുഡാനും അടക്കം നിരവധി ഒഴിപ്പിക്കൽ ദൗത്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് മുരളീധരനെ ഏൽപ്പിച്ചതും അദ്ദേഹത്തിന്റെ ഭരണ മികവിലുള്ള വിശ്വാസം കൊണ്ടാണെന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട്. 2010 ബി.ജെ.പിയുടെ കേരള ഘടകം അധ്യക്ഷനായി വി മുരളീധരൻ ചുമതലയേറ്റത്. മുരളീധരൻ നേതൃത്വത്തിലിരുന്ന 6 വർഷം കൊണ്ട് കേരളത്തിൽ ഏതാണ്ട് പകുതി ബൂത്തുകളിൽ കമ്മിറ്റി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ബി.ജെ.പി. വോട്ടുകളിൽ ചോർച്ചയുണ്ടാവുന്നു എന്ന പതിവ് ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിൽ സംഘടനാ രംഗത്ത് ശക്തമായ മുന്നേറ്റം നടത്താൻ അന്ന് സംസ്ഥാന ബി.ജെ.പിക്ക് സാധിച്ചു. ദേശീയ തലത്തിലെ ചുമതലകൾക്കിടയിലും സംസ്ഥാന വിഷയങ്ങളിൽ അദ്ദേഹം സജീവ പ്രതികരണം നടത്തിയിരുന്നു. അതേസമയം ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ കൂടുതൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വി മുരളീധരൻ എത്തുമെന്നാണ് സൂചന. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നയിക്കുക വി മുരളീധരൻ ആയിരിക്കുമെന്നും ഇതിലൂടെ വ്യക്തമാണ്. സുരേഷ് ഗോപി, മന്ത്രി ജോർജ് കുര്യനും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു നേതൃത്വം കൊടുക്കുവാൻ ആകുകയില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായതിനാൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. നിയമസഭയിൽ 15 സീറ്റുകൾ വരെ ബി.ജെ.പിക്ക് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ നിലവിൽ ഉണ്ടെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 19% വരെ വോട്ട് ലഭിച്ചിരുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 15 നിയമസഭാ സീറ്റുകൾ ബി.ജെ.പിക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പുതിയ സർക്കാർ ഏതായാലും ബി.ജെ.പിയുടെ ഒരു നിർണായകമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നത് മുൻകൂട്ടി വിലയിരുത്തിയാണ് അപ്രതീക്ഷിതമായ നീക്കം ഇപ്പോൾ ബി.ജെ.പി. നടത്തിയിരിക്കുന്നത്.